യെസ്, സീറോ അവറിൽ വിശദമായ വാർത്തകളിലേക്ക് വരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് മോദി ചൈനയിലെത്തിയത്. അമേരിക്ക ഇരട്ടത്തീരുവ ഏർപ്പെടുത്തിയതോടെയാണ് ചൈനീസ് പ്രസിഡന്റുമായി നടത്തുന്ന കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത്. വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് സജു തോമസ്, ഒപ്പം തന്നെ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം സജു തോമസിലേക്കാണ്. സജു, ഏറ്റവും പ്രധാനമായി ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് അമേരിക്കയുടെ അധിക തീരുവയുമായി ബന്ധപ്പെട്ട് അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള വ്യാപാര കരാറുകൾ ഉണ്ടാക്കാൻ ഷാങ്ഹായ് ഉച്ചകോടിയിലൂടെ കഴിയും. പ്രത്യേകിച്ച് ചൈന ചിരവൈരികളാണെങ്കിൽ പോലും വ്യാപാര കാര്യത്തിൽ ഒരുപക്ഷെ വിശ്വസിക്കാവുന്ന സുഹൃത്താണ് എന്നുള്ളൊരു ഘട്ടത്തിലേക്കൊക്കെ ഇന്ത്യ കടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കൂടിക്കാഴ്ച എന്നുകൂടി വിലയിരുത്തലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്തൊക്കെ ലക്ഷ്യമിടുന്നു ഈ കൂടിക്കാഴ്ചയിലൂടെ? എന്തൊക്കെയാണ് നിർണായക സംഭവവികാസങ്ങൾ ഇന്ത്യ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്? ജിൽസി, എന്തായാലും ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകക്രമത്തിന് തന്നെ തുടക്കം കുറിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു പുത്തൻ ലോകക്രമത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ടിയാൻജിനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 40 മിനിറ്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും പുറത്തു വന്നെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള മീറ്റിംഗിന് അല്പസമയം മുൻപാണ് പുറത്തു വന്നത്. 9 കൂടിയാണ് മീറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ, അതായത് എന്താണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ മുൻപോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്ന് പറയുന്ന അതിർത്തി മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് ഇന്ത്യ മുൻപോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പുത്തൻ ലോകക്രമത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് അമേരിക്കയുടെ അധിക തീരുവയുമായി ബന്ധപ്പെട്ട് പുതിയ ചില വാണിജ്യ കരാറുകൾ ചൈനയുമായിട്ട് ഇന്ത്യ ഇപ്പോൾ നടക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആരംഭിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഈ അക്സായ് ചിൻ മേഖല ചൈനയ്ക്ക് വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട വലിയ അസ്വാരസ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് ഈ അരുണാചൽ മേഖലയ്ക്ക് മേലുള്ള അവരുടെ അവകാശവാദം, ഈ രണ്ട് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഈ രണ്ട് പ്രതിസന്ധികളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ വഷളാകാൻ വേണ്ടി ഇടയായത്. എന്നാൽ ഇതൊക്കെയും പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ്. പ്രത്യേകിച്ച് ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിക്കുന്നതോടൊപ്പം തന്നെ 7 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് വാണിജ്യ വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധവുമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ഇപ്പോൾ ഈ യാത്രാ വിമാനങ്ങൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം, പ്രത്യേകിച്ച് ചിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ കൊണ്ടുവരിക, പ്രത്യേകിച്ച് യന്ത്രഭാഗങ്ങളുടെ കയറ്റുമതി ആരംഭിക്കുക, അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇന്ത്യ മുൻപോട്ട് വെക്കുന്നത്. അതൊക്കെ ഇപ്പോൾ നിലവിൽ റദ്ദു ചെയ്യപ്പെട്ടൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ ഗാൽവാൻ സംഘർഷമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമായിട്ട് നിലനിന്ന സാഹചര്യത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഷാൻഹായ് ഉച്ചകോടിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇന്ത്യ ആലോചിക്കുന്നത്. അതിന്റെ ഏറ്റവും ആദ്യഘട്ടത്തിലുള്ള മുന്നൊരുക്കമാണ് ഇപ്പോൾ ഷാൻഹായ് ഉച്ചകോടിക്ക് മുൻപായിട്ട് ഇപ്പോൾ ചൈനയിൽ നടക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത്, അതായത് അമേരിക്ക ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ 50% അധിക തീരുവ അത് മറികടക്കാൻ വേണ്ടി ചൈനയുമായി പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യവുമാണ് ഇന്ത്യ. 2ാം സ്ഥാനമാണ് ചൈന. 142 ആയിരുന്നത് നമ്മൾ ചൈനയെ മറികടന്നുവെന്ന് ഇപ്പോൾ 145 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ലോകക്രമം നോക്കുകയാണെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ കമ്പോളമാണ്. പ്രത്യേകിച്ച് അത് ഇന്റർനെറ്റ് മേഖലയായാലും അതനുസരിച്ചല്ല മറ്റു മേഖലകൾ വിലയിരുത്തുകയാണെങ്കിലും ഈ മേഖലകളൊക്കെയും മറ്റു രാജ്യങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ ഒരു കമ്പോള സാധ്യതയാണ്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പുതിയൊരു നയം വന്നിരിക്കുന്നത്. 50% അധിക തീരുവ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉപോത്ഫലകമായി ഇന്ത്യ കൊണ്ടുവരുന്ന പുതിയ നീക്കങ്ങൾ മറ്റു രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ചൈനയുമായിട്ടും ജപ്പാനുമായിട്ടും അതോടൊപ്പം തന്നെ റഷ്യയുമായിട്ടുള്ള കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു പുതിയ വാണിജ്യ ക്രമം തന്നെ ലോകത്ത്
നടപ്പാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇന്ത്യ മുൻപോട്ട് വെക്കുന്നത്. അതിന്റെ ആദ്യ പടിയാണ് ജപ്പാനിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടക്കുകയും ചില കരാറുകളൊക്കെയും അദ്ദേഹം ഒപ്പുവെച്ചതിനു ശേഷം അദ്ദേഹം ഇന്നലെ വൈകിട്ടോടുകൂടി അദ്ദേഹം ചൈനയിൽ എത്തുകയും ഇന്ന് രാവിലെ ഇപ്പോൾ ചർച്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 സമയമാണ് ചർച്ചയുടെ ദൈർഘ്യമെങ്കിലും ചില പ്രധാനപ്പെട്ട സുപ്രധാന നീക്കങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഒക്കെ വിഘാതം സൃഷ്ടിക്കുന്നെങ്കിൽ പോലും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരെ ഒത്തൊരുമിച്ചുള്ള ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് ഇന്ത്യയെ കൂടി കൂട്ടുപിടിക്കാൻ വേണ്ടി ചൈന ആലോചിക്കുമ്പോൾ അത് മറ്റൊരു രീതി, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടൊക്കെ നമുക്കറിയാം. പാകിസ്ഥാൻ സൈനിക മേധാവി അമേരിക്ക സന്ദർശിക്കുകയും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപുമായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ബന്ധം നമുക്കറിയാം. അപ്പോൾ മറ്റ് ചില സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും ഉടലെടുക്കാൻ സാഹചര്യമുള്ള ഈ ഘട്ടത്തിൽ ചൈനയുമായിട്ട് മറ്റു ലോക രാജ്യങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് റഷ്യ പോലെയുള്ള ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറുകൾ കൂടുതലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ലോകക്രമം തന്നെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുൻപിലുള്ളത്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഈ അക്സായ് ചീൻ മേഖലയെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ അരുണാചലിനെ സംബന്ധിച്ചും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ ചൈന മുൻപോട്ട് വെക്കാനുള്ള പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഇപ്പോൾ ഈ ലാൻഡ് ഓഫ് കൺട്രോൾ, അതായത് ഈ പാകിസ്ഥാന്റെ നിയന്ത്രണ രേഖയിലൂടെ ചൈന പുതുതായി പണിയുന്ന ഒരു വ്യാപാര ഇടനാഴിയുണ്ട്. അത് പണിയുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചൈനയുടെ ലക്ഷ്യമായിട്ട് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ വഴി അത് മറ്റു ലോക രാജ്യങ്ങളിലേക്ക് ചൈനയുടെ വ്യാപാര കരാറുകൾ അല്ലെങ്കിൽ ചൈനയുടെ വ്യാപാരം കൂടുതൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചൈനയുടെ ലക്ഷ്യം. അതിന് ഇന്ത്യ ഒരു വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ചൈനയ്ക്ക് നേരത്തെ അറിയായിരുന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി ഇന്ത്യയോട് അഭ്യർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ മുൻപോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വ്യാപാര കരാറുകൾ തന്നെയാണ്. അമേരിക്കയുടെ അധിക തീരുവ അല്ലെങ്കിൽ ട്രംപിന്റെ ഈ ഒരു പ്രതികാര നടപടിയെ നേരിടാൻ വേണ്ടി ചൈനയുമായിട്ട് കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ യാത്രാ വിമാന സൗകര്യങ്ങൾ ഇന്ത്യയിൽ പുതുതായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലില്ലെങ്കിൽ പോലും അത് കൂടുതലായിട്ട് ഏർപ്പെടുത്തുക. പ്രത്യേകിച്ച് ഈ ടൂറിസം മേഖല അടക്കമുള്ള വികസനത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ട് കൂടുതൽ വ്യാപാര കരാറുകൾ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ യാത്രാ വിമാനങ്ങൾ കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലയിലുള്ള ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സൈനിക വിന്യാസങ്ങൾ തടയുന്നതിനാവശ്യമായിട്ടുള്ള പല നീക്കങ്ങളും ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഇനി ഉണ്ടാകരുത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും ഇന്ത്യ വെക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോഴും ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചർച്ചയിൽ വിദേശകാര്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ള ചർച്ചകൾ കൂടിയാണ് നടക്കുന്നത്. പക്ഷേ ചൈന ഒരു കാലത്തും ഇന്ത്യയുടെ ഒരു മികച്ച പങ്കാളി ആയിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്.